ഞാൻ ഷാഫിയുടെ പ്രചരണത്തിന് വന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് നഗരത്തിലേക്ക്, നഗരത്തിൽ നിന്ന് ഗ്രാമപ്രദേശത്തിലേക്കുള്ള ഒരു ഗിവ് ആൻഡ് ടേക്ക് സത്യത്തിൽ ഒരു വലിയ ബിസിനസ് സാധ്യതയുള്ള സംഭവമാണ്. ചേട്ടാ നമസ്കാരം. പാലക്കാട് ചൂട് തെരഞ്ഞെടുപ്പ് പ്രചരണത്തെ ബാധിക്കുന്നുണ്ടോ? ഇല്ല, ബാധിക്കുന്നില്ല. അതൊക്കെ അറിഞ്ഞിട്ട് തന്നെ വന്നതാണല്ലോ. അങ്ങനെ ബാധിക്കാൻ പാടില്ലല്ലോ, ഒന്നും ബാധിക്കാൻ പാടില്ല. ചൂടെന്നല്ല, എന്ത് വന്നാലും നമ്മൾ ശക്തിയുക്തം നിൽക്കേണ്ട സമയമാണ്. അതുകൊണ്ട് അങ്ങനെ തന്നെ നിൽക്കും. അപ്പോൾ സിനിമാ മേഖലയിൽ തിളങ്ങി നിന്ന ഒരു വ്യക്തിയാണ്, തിരിച്ച് രാഷ്ട്രീയത്തിലേക്ക് ഒരു വരവാണ് കാണുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമ്മുടെ പാലക്കാട്ടുകാരുടെ ഭാഗത്ത് എത്രത്തോളം സപ്പോർട്ട് ഉണ്ട്? ആ സാഹചര്യത്തിൽ എന്ന് വെച്ചാൽ, അതായത് സിനിമാ മേഖലയിൽ നമ്മൾ മിനിസ്ക്രീനിൽ മാത്രം കണ്ടുവന്നിരുന്ന ഒരു വ്യക്തി പൊതുജനങ്ങളിലേക്ക് ഇറങ്ങി. മിനിസ്ക്രീനിൽ മാത്രം കണ്ടുവന്നിരുന്ന വ്യക്തി എന്നല്ല. ഞാൻ ജോഡോ യാത്ര നടന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഞാൻ ഷാഫിയുടെ പ്രചരണത്തിന് വന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? രാഹുലിന്റെ പ്രചരണത്തിന് വന്നത് കണ്ടിട്ടില്ലേ? അപ്പോൾ 30 മണ്ഡലങ്ങളിൽ ഇതിനു മുമ്പ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് വന്നത് കണ്ടിട്ടില്ലേ? അപ്പോൾ സിനിമാ മേഖലയിൽ മാത്രം കണ്ടുവന്നെന്ന് പറഞ്ഞാൽ ശരിയാവില്ല. ഞാൻ ഇപ്പുറത്തുണ്ടായിരുന്ന ആൾ തന്നെയാണ്, അത് ചെയ്തുകൊണ്ടിരുന്ന ആൾ തന്നെയാണ്. ഒരു നിർണായക ഘട്ടത്തിൽ പാർട്ടി ഈ മണ്ഡലത്തിൽ വരണമെന്ന് ആവശ്യപ്പെടുകയും അവിടെ വന്ന ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഏറ്റവും ഭംഗിയായിട്ട് നിറവേറ്റുക എന്ന് പറയുന്നത് എൻ്റെ ഒരു കർത്തവ്യമാണ്. ഞാൻ അതിനുവേണ്ടിയാണ് നിൽക്കുന്നത്. ജയിച്ചു കഴിഞ്ഞാൽ നമ്മൾ പാലക്കാട്ടുകാർക്ക് വേണ്ടിയിട്ട് പ്രധാനമായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു വികസന പ്രവർത്തനങ്ങളെ ഒറ്റ വഴിക്ക് പറയാനല്ല, ഈ സമഗ്രമായ വികസനം എന്ന് പറയുന്നത് നമ്മൾ എല്ലാ വ്യക്തികളുടെയും ആവശ്യങ്ങൾ പലതാണ്. കാരണം പാലക്കാട് ഒരു അർബൻ ഏരിയ ആയിട്ടുള്ള നഗരപ്രദേശവും ഗ്രാമപ്രദേശവും വളരെ അടുത്തുള്ള സ്ഥലങ്ങളാണ്. ഇതിൻ്റെ രണ്ടിൻ്റെ ആവശ്യങ്ങൾ തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. നിങ്ങളൊരു 15 മിനിറ്റ് യാത്ര കൊണ്ട് നിങ്ങൾ നല്ല ഗ്രാമങ്ങളിൽ എത്താൻ പറ്റും, 15 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് നഗരങ്ങളിൽ എത്താൻ പറ്റും. ഈ രണ്ട് സ്ഥലങ്ങളെയും ആവശ്യങ്ങൾ വളരെ വ്യത്യാസമായ ആവശ്യങ്ങളാണ്. ഇവിടെ തന്നെയുള്ള ഈ 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള ചെറുപ്പക്കാരുടെ ആവശ്യങ്ങൾ, നല്ല ഏജ് കൂടിയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. ഞാൻ ഏകദേശം എല്ലാവരുടെയും ആവശ്യങ്ങളെ കണ്ടു മനസ്സിലാക്കുകയും അതിന് വേണ്ട പ്രയോറിറ്റീസ് കൊടുക്കുകയും ചെയ്യും. നമുക്കൊരു വികസനങ്ങൾ തന്നു കഴിഞ്ഞാൽ അത് ജനങ്ങളുടെ അവകാശമാണ്. അതിനെ അവർ തരുന്നൊരു ഔദാര്യമായി ചിത്രീകരിക്കുക എന്ന് പറയുന്നത് വളരെ നമ്മുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്നൊരു കാര്യമാണ്. ഇതെല്ലാം അവരുടെ പൈസ കൊണ്ട് അവർക്ക് വേണ്ടി അവർ ചെയ്യുന്ന, അതായത് നമ്മൾ ഇങ്ങനെ പറയുമല്ലോ, നമ്മൾ ഈ ജനങ്ങളെ ഭരിക്കുന്നതിന് വേണ്ടിയല്ല, ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കാനാണ് നമ്മൾ തിരഞ്ഞെടുക്കപ്പെടുന്നത്, നിൽക്കുന്നതെല്ലാം എന്നുള്ള ബോധ്യത്തോടു കൂടി തന്നെ ഞാൻ നിൽക്കുന്നത്. നമ്മുടെ വനിതകൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു പദ്ധതികൾ ചെയ്യുന്നു? ഞാൻ പറഞ്ഞില്ലേ, എല്ലാവർക്കും വേണ്ടി എന്ന് പറഞ്ഞതിനകത്ത് വനിതകളുമുണ്ട്. ഇപ്പം ചില ആളുകൾക്ക് നല്ല ഐഡിയകളുണ്ടാവും, അവർക്ക് അത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള പൈസ ഉണ്ടാവില്ല. ചില ആളുകൾക്ക് പൈസ ഉണ്ടാവും, അവരുടെ ഐഡിയകൾ ഉണ്ടാവില്ല. അപ്പോൾ ഇവരെയൊക്കെ നമ്മൾ ഏകീകരിക്കാൻ പറ്റിയ സ്ഥലങ്ങളുണ്ടായിരിക്കുക. കാര്യമായിട്ട് ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് നഗരത്തിലേക്ക്, നഗരത്തിൽ നിന്ന് ഗ്രാമപ്രദേശത്തിലേക്കുള്ള ഒരു ഗിവ് ആൻഡ് ടേക്ക് സത്യത്തിൽ ഒരു വലിയ ബിസിനസ് സാധ്യതയുള്ള സംഭവമാണ്. അതിനുള്ള ഓപ്പർച്യൂണിറ്റീസൊക്കെ ഉണ്ടാകും.